മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പ്രധാനമായിട്ട് ബീഹാറിലെ വോട്ടെടുപ്പാണ് പ്രധാനമായി അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ നേരത്തെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുടക്കത്തിലെ പ്രതികരിച്ചു. അവസാനമാണ് നവംബറിൽ 2 ഘട്ടമായി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള വിവരം കൂടി അറിയിച്ചിരിക്കുന്നത്. അത് വാർത്താസമ്മേളനം തുടരുകയാണ്. ഡി ധനസുബോധ് ചേരുന്നുണ്ട്. ധനസുബോധ്, പ്രധാന വിഷയങ്ങളിൽ ആരോപണ വിഷയങ്ങളിലൊന്നും വലിയ പ്രതികരണം ഉണ്ടായില്ല. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായാണ് കാര്യങ്ങൾ നടന്നത്, അതിന്റെ അന്തിമ പട്ടികയാണ് പുറത്തുവിട്ടത് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ബീഹാറിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പ് പോലും നടത്തിയിരുന്നത് 3 ഘട്ടമായിട്ടായിരുന്നു. കാര്യം പല സ്ഥലത്തും സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ബീഹാർ. ആ സുരക്ഷാ ഭീഷണി ഒഴിവായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 ഘട്ടമായി നടത്താം എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പിനുള്ള തീയതികൾ നവംബർ 6, നവംബർ 11 2 തീയതികളിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ വോട്ടെണ്ണൽ നവംബർ 14 തീയതി വോട്ടെണ്ണൽ നടത്തും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടത്തുന്നത്. മാത്രമല്ല SIR നടപ്പിലാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വലിയ പ്രത്യേകതകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിനെ തന്നെ താങ്ങി നിർത്തുന്നത് JDU എന്ന് പറയുന്ന പാർട്ടി ആയതിനാൽ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട സഖ്യകക്ഷി ആയതിനാൽ ഈ തരത്തിലുള്ള ഒരു വോട്ടെടുപ്പ് രാജ്യത്തിന് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വോട്ടെടുപ്പ് തന്നെയായിരിക്കും നടക്കുന്നത്. ഇതുകൂടാതെ ഈ 1950 എന്ന ഒരു ടോൾ ഫ്രീ നമ്പർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു 17 തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി നടപ്പാക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് വെബ്കാസ്റ്റിംഗ് എല്ലാ നിയോജക മണ്ഡലത്തിലും എല്ലാ ബൂത്തുകളിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വലിയ പ്രത്യേകത. കാര്യം നേരത്തെ തന്നെ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഈ ക്യാമറകൾ സ്ഥാപിക്കുന്നത് എന്നുള്ളതിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും കൃത്യമായി വെബ് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പോളിംഗ് തന്നെയായിരിക്കും നടക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത, ഈ ഫോൺ സൂക്ഷിക്കാനുള്ള ഒരു പ്രത്യേക സ്ഥലങ്ങൾ, പ്രത്യേക ഇടങ്ങൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാ വോട്ടെടുപ്പിന് എത്തുമ്പോൾ എല്ലാ ബൂത്തുകളിലും ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണ്. പട്ടികജാതി വിഭാഗത്തിൽ പെട്ട ബൂത്തുകൾ റിസർവ് ചെയ്തിരിക്കുന്നത് 38 പട്ടികവർഗത്തിലെ 2 ബൂത്തുകളാണുള്ളത്. 243 നിയോജക മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പ് നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ബീഹാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്തതിനു ശേഷം അദ്ദേഹം അവിടെ ഇന്നലെ തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം അത് ചൂണ്ടിക്കാട്ടിയത് എല്ലാവിധത്തിലുള്ള മുൻകരുതലുകളും എടുത്തു കഴിഞ്ഞു. സുരക്ഷ വളരെയധികം ശക്തമായ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു സുരക്ഷിതമായ ഒരു വോട്ടെടുപ്പ് നടത്തും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത്, ഇന്ത്യ സഖ്യം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, കോടതി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, ഇതെല്ലാം അവിടെ ചോദ്യമായി വരാൻ സാധ്യതയില്ലേ? എല്ലാത്തിനും ഒരു മറുപടി പ്രതീക്ഷിക്കണോ? കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ SIR നടപ്പാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ വോട്ടെടുപ്പ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാര്യം ഇതിനകം തന്നെ ഈ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ കരട് വോട്ടർ പട്ടിക ഇറക്കിയപ്പോൾ തന്നെ 65 ലക്ഷം പേരെ ഒഴിവാക്കിയിരുന്നു. പക്ഷെ പിന്നീടുള്ള അന്തിമമായ വോട്ടർ പട്ടിക ഇറക്കി കഴിഞ്ഞപ്പോൾ ആ തരത്തിലുള്ള ഒരു ഭീമമായ ആൾക്കാരെ ഒഴിവാക്കുന്നത് മാറിയിരുന്നു. കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, യോഗേന്ദ്ര യാദവ് അടക്കമുള്ളവർ സുപ്രീം കോടതിയിൽ എത്തുകയും ആ ഒരു വോട്ടർ പട്ടികയിൽ വീണ്ടും ഇടം നേടാൻ വേണ്ടിയുള്ള ഒരു പട്ടികയിലേക്ക് അതിന്റെ ഒരു ഡോക്യുമെന്റുകൾ സമർപ്പിക്കുന്നതിൽ 11 ഡോക്യുമെന്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു സാധാരണക്കാരെ കൊണ്ട് ഒരു പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഹാജരാക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ് ആയിരുന്നില്ല. പകരം പ്രധാനപ്പെട്ട ആവശ്യം ആധാർ ഈ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ സുപ്രീം കോടതി തന്നെ ഉത്തരവിടുകയായിരുന്നു ആധാർ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയായി പരിഗണിക്കണമെന്ന്. ആ രേഖ ആധാർ രേഖയായി ഉൾപ്പെടുത്തിയതോടുകൂടി നഷ്ടപ്പെട്ട വോട്ടുകൾ പലർക്കും തിരികെ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല ഒരു വോട്ട് പോലും അധികമായി ചേർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം
രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു സുപ്രീം കോടതി ചോദിച്ചിരുന്നത്. ഇപ്പോൾ അതിനുകൂടി ഒരു ഉത്തരമായിരിക്കുകയാണ്. 14 ലക്ഷം കന്നി വോട്ടർമാർ തന്നെ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. 3,92,00,000 പേരാണ് പുരുഷ വോട്ടർമാർ, 3,50,00,000 പേർ സ്ത്രീ വോട്ടർമാർ കൂടിയാണ് എത്തുന്നത്. 22 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. SIR-ഓടുകൂടി കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു അവകാശവാദമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്.